ഫണ്ണായിട്ടുള്ള കോമഡി എന്റർടൈൻമെന്റ് നല്ലത്. ഞാൻ ഈ 2025 കണ്ടതിൽ നല്ലത്. തിയേറ്ററോജമായിട്ടുള്ള ഫോട്ടാണ്. അതായത് ലിസ്റ്റും കാര്യങ്ങളൊക്കെ മെയിനായിട്ട് വരുന്നത്. പ്രധാനമായിട്ട് ഈ അജു വർഗീസാണ് ലീഡ് ചെയ്തിട്ടുണ്ട്. പുള്ളിക്കാരെന്ന് പറഞ്ഞാൽ ഒരു മാധ്യമ പ്രവർത്തനമായിട്ട്, അതായത് പൊളിഞ്ഞു പോയൊരു മാധ്യമ പ്രവർത്തനം നന്നായിട്ട് രസമായിട്ട് മാധ്യമം പുള്ളിക്കാരെ വീണ്ടെടുക്കുന്ന രീതിയാണ്. അതായത് നല്ല ട്വിസ്റ്റുകളും കാര്യങ്ങളും എല്ലാവരും വന്നിട്ട് എന്തായാലും തിയേറ്റർ വാച്ചബിളാണ് പടം. അല്ല, നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ഒരുപാട് കണ്ടതാണ്. ബട്ട് കോമഡി ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ വളരെ കുറവാണ്. കോമഡി എന്ന് പറഞ്ഞാൽ എന്നാലും ഉണ്ട്, കോമഡി ഉണ്ട്. പക്ഷേ ഒരു രസമായിട്ട് നമുക്ക് അത് ലാഗിങ് തോന്നിയില്ല പടത്തിൽ. അതാണ് മെയിൻ ഗുണം. തിയേറ്റർ വാച്ചബിളായിട്ടുള്ള എങ്ങനെ ഉണ്ടായി? സെക്കൻഡ് ഹാഫ് കുറച്ചുകൂടി ബെറ്റർ ആയിരുന്നു. അജു വർഗീസിൻ്റെ ആക്ടിങ് കുറച്ചുകൂടെ ബെറ്റർ ആക്കാമെന്ന് തോന്നിയിരുന്നു. സീരിയസ് റോള് കൊടുത്തിട്ട് കുഴപ്പമില്ല, കണ്ടിരിക്കാം. പടം ഫുള്ള് ഫണ്ണിയായിട്ട് തോന്നി. അജു വർഗീസിൻ്റെ ആക്ടിങ് അടിപൊളിയായിട്ടുണ്ട്. ഹീറോ ആയിട്ട് നമ്മൾ ഇനിയും കാണേണ്ടതാണ്. ഏട്ടൻ നല്ല നല്ല രസമുണ്ട്, നല്ല ഗെറ്റപ്പാണ്. ഏട്ടൻ ഭംഗി അഭിനയിച്ചിട്ടുണ്ട്. ഒരുപാട് ആർട്ടിസ്റ്റ്, സസ്പെൻസിൽ കുറേ ആർട്ടിസ്റ്റ് എല്ലാം നന്നായി വന്നിട്ടുണ്ട്. നല്ല ഹ്യൂമർ നല്ല വർക്കായിട്ടുണ്ട്. വെരി ഗുഡ്. ചെറിയ ചെറിയ വേഷം ചെയ്യാൻ താങ്ക് യു. നല്ല സിനിമ വന്ന് കയറട്ടെ. അജു ആ ടീം സാറേ പടം സക്സസ് ആണെന്ന് തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നുണ്ട്. അവിടെ ധൈര്യമായിട്ട് കുറെ നാളുകൾക്ക് ശേഷം ഒരു കോമഡി ഇൻവെസ്റ്റിഗേഷൻ. അതാ പുതിയ കോമഡിയൻസ് ആയതുകൊണ്ടാണ്. ഇത് തന്നെയാണ് പടത്തിൻ്റെ ഫസ്റ്റ് ഹാഫ് ഫുള്ള് ഹ്യൂമർ, അതിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്യുന്നൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറുമായിട്ട് മാറിയതുകൊണ്ട് യെസ്, ഇറ്റ്സ് എ വെരി നൈസ് ഫിലിം. ഐ ലൈക്ക്. കോമഡി ഉണ്ട്, ഒരു ചെറിയൊരു ത്രില്ലിങ് ആയിട്ടുള്ള ഒരു അനുഭവം തന്നെയായിരുന്നു. കുറച്ച് ട്വിസ്റ്റുകളൊക്കെ ഉണ്ട്, ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. പോലെ തന്നെ ഒരുപാട് ചേട്ടനായാലും സുരാജേട്ടനായാലും അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. എനിക്ക് നല്ല രീതിയിൽ തന്നെ അദ്ദേഹം ചെയ്തിരുന്ന കഥാപാത്രം. എങ്ങനെയാണ് എക്സ്പീരിയൻസ്? എങ്ങനെയാണ് രഞ്ജങ്ങളുടെ കൂടെ എങ്ങനെയാണ്? ഫസ്റ്റ് ടൈമാണോ മൂവിയിൽ? ഫസ്റ്റ് ടൈമാണോ ഇത് മുമ്പ്? ആറാമത്തെ സിനിമയാണ്. ആദ്യത്തെ കുണ്ടലൂരാണ്, പിന്നെ കുരുവിള. പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? എന്ത് പ്രതീക്ഷിച്ച് വന്നാലായിരിക്കും ഒരു എൻ്റർടൈനർ അല്ലെങ്കിൽ ഒരു കോമഡി മൂവി എൻഗേജിങ് ആയിട്ടുള്ള ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ ഒരു വൺ ടൈം വാച്ചുള്ള ഒരു പടമുണ്ട്. ബേസിക്കലി നമ്മൾ എന്താ പറയുക, ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട് അതിനകത്ത്. നമ്മൾ കുറേ നാളായിട്ട് കാണാത്ത അല്ലെങ്കിൽ പുതിയ കുറേ ആർട്ടിസ്റ്റുകൾ ഇതിനകത്തുണ്ട്. ആൻഡ് എവ്രിബഡി ഹാസ് പെർഫോംഡ് സോ വെൽ. അജു ചേട്ടനും ആൾ അത്യാവശ്യം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഓരോരുത്തരെ പറ്റി എനിക്ക് ഓരോരുത്തരുടെ പേരും അങ്ങനെ പറഞ്ഞ് എടുത്ത് പറയാൻ അറിയില്ല. നന്ദു ചേട്ടൻ അവരുടെ ടീം, അജു ചേട്ടൻ്റെ ടീമായിട്ട് പടക്കുതിരയിൽ ചെയ്തത് ഭയങ്കര നല്ലതായിരുന്നു. അവരുടെ എന്താ പറയുക, ഭയങ്കര രസമുള്ള ടൈപ്പ് ഒരു സംഭവമായിരുന്നു. ഈ അടുത്ത് കാണാത്തൊരു ടൈപ്പ് ഓഫ് ഒരു ട്രൈബും ഒരു വൈബൊക്കെ ഉള്ള ഒരു ടീമാണ്. സോ ഐ തിങ്ക് ഐ എൻജോയ് പെർഫോമൻസ് വൈസ്. പിന്നെ ബാക്കി നിങ്ങളെല്ലാവരും കണ്ടിട്ട്
കുറച്ച് കോംപ്ലിക്കേറ്റഡ് ഒരു ടോപ്പിക്കാണ്. അത് ലോട്ട് ഓഫ് പൊളിറ്റിക്കൽ ഇൻവോൾവ്മെൻറ്റ് ആണ്. സോ അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. ഞാൻ കൂടുതൽ അതിലേക്ക് ബട്ട് ഐ എം ഗ്രീവിങ് ഫോർ ഇറ്റ്. സങ്കടമുണ്ട് ഒരു ഇന്ത്യൻ എന്ന നിലയിൽ ഇതിനൊരു തിരിച്ചടി നൽകണമെന്ന് ആഗ്രഹിക്കുന്നു. ഇറ്റ്സ് വെരി ഈസി ടു ഗോ ഫോർ വോർ. നമുക്ക് വേണമെങ്കിൽ നമുക്ക് അവർക്ക് തിരിച്ചടിക്കണമെന്നൊക്കെ പറയുമ്പം ഇറ്റ്സ് വെരി ഈസി ടു ഗോ ഫോർ വോർ വിത്തിൻ അതർ കൺട്രി. പക്ഷേ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നമ്മുടെ ഒരു എക്കണോമിയുടെ ഒരു സ്റ്റേറ്റസ് വെച്ചിട്ട് നമുക്ക് വീട്ടിൽ പോകാൻ പറ്റും? വി ഈവൻ നോ വേറെ എക്കണോമി ഈസ് ഗോയിങ്. അപ്പോൾ നമ്മുടെ രാജ്യത്ത് താമസിക്കുന്ന എല്ലാവരുടെയും ഒരു മതവികാരം ഇപ്പോൾ അങ്ങനെയാണ്. ഇതിനൊരു മറുപടി നൽകണമെന്നുള്ള പറയുന്നത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ റിലീജിയനിൻ്റെ പേരിൽ ഒരിക്കലും ഒരു മതം ഇങ്ങനെ ചെയ്തു അടുത്തൊരു മതം ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും ഹേറ്റ്രഡ് മാത്രമേ ഉണ്ടാവുള്ളൂ. ദേഷ്യം എപ്പോഴും അത് മാത്രമേ ഉണ്ടാവുള്ളൂ. സോ വി നീഡ് ടു ഫൈൻഡ് എ സൊല്യൂഷൻ. അത് ഇനി വോറിലേക്ക് പോവുകയാണെങ്കിൽ ഐ ഡോണ്ട് നോ, ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട്. ബിക്കോസ് ടെക്നിക്കലി നമ്മൾ കുറേ കാര്യങ്ങൾ നോക്കിയാൽ കൂടുതൽ അഫക്റ്റ് ആകാൻ പോകുന്നുണ്ടെങ്കിൽ ഞങ്ങളൊക്കെയാണ് പ്രേക്ഷകരോട് പറയാൻ വന്ന് കാണൂ പ്ലീസ്. കുറേ പേരുടെ നല്ലൊരു എഫേർട്ടാണ്. ഫൺ എൻ്റർടൈനർ ലൈറ്റ് ഹാർട്ടഡ് സിനിമയാണ്. ഈ ഒരു ടൈമിൽ എനിക്ക് തോന്നുന്നു പടക്കുതിരയുണ്ട്, തുടരുമുണ്ട്, പിന്നെ അസുഖയുടെ ഒരു സിനിമയുണ്ട്. സോറി. അപ്പോൾ ഈ രണ്ട് സിനിമകളാണ്. ഐ എം ഷുവർ എല്ലാവരും തുടരുമാണ് പോയിട്ട് കാണാൻ പോകുന്നത്. പക്ഷെ അത് കണ്ടു കഴിയുമ്പം എന്തായാലും എല്ലാവരും പടക്കുതിര പോയി കാണണം. ഫാമിലിക്ക് കാണാൻ പറ്റിയ സിനിമയാണ്. ലൈറ്റ് ഹാർട്ടഡ് ഫൺ. യു വിൽ എൻജോയ് ദ കോമഡി. നിങ്ങൾ കണ്ടോ പടം? സോ ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫൊക്കെ കോമഡി നല്ല എലമെൻറ്റ്സ് ഉണ്ട്. ട്വിസ്റ്റ് ഉണ്ട്. അൺഎക്സ്പെക്റ്റഡ് ആയ കുറേ പീസ്. ഐ എം ഷുവർ വരാനുള്ള മറ്റ്